students, differentiability and continuity എന്ന ചാപ്റ്ററിലെ continuity of a functionുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. Show that the function defined by f of x is equal to sin x square is a continuous function. അപ്പോൾ സൈൻ എക്സ് അല്ല ഇവിടെ വരുന്നത് സൈൻ എക്സ് സ്ക്വയർ ആണ്. സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആരുടെ കണ്ടിന്യൂറ്റിയാണ്? കോമ്പസിഷൻ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ഗിവൺ ഫംഗ്ഷന് കോമ്പസിഷൻ ഫംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ വരുന്ന രണ്ട് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? സൈൻ എക്സും എക്സ് സ്ക്വയറും. അപ്പോൾ ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ ജി കോമ്പസിഷൻ എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഡെഫിനിഷൻ നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലേ? ജി ഓഫ് എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ. സോ ജി ഓഫ് എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് എന്താണ് ഇവിടെ? സൈൻ എക്സ്. ഇപ്പം ജി ഓഫ് 1 ആണെങ്കിൽ സൈൻ 1, ജി ഓഫ് 10 ആണെങ്കിൽ സൈൻ 10, ജി ഓഫ് കെ ആണെങ്കിൽ സൈൻ കെ. ആ രീതിയിലാണ് വരിക. അപ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? സൈൻ എക്സ് സ്ക്വയർ. അതാണ് നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? ജി കോമ്പസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഹിയർ ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഈസ് ദ കോമ്പസിഷൻ ഓഫ് എച്ച് ആൻഡ് ജി. ഓൾസോ ബോത്ത് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ജിയും എച്ചും കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോമ്പസിഷൻ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കോസ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇത് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോലെയല്ല, മോഡുലസ് ഓഫ് കോസ് എക്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇതും കോമ്പസിഷൻ ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ വരിക മോഡുലസ് ഫംഗ്ഷൻ ആണ്, മറ്റൊന്ന് കോസ് എക്സ്. സോ ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. Then g composition h of x is equal to g of h of x, that is g of cos x. ഇവിടെ g of x മോഡുലസ് ഓഫ് x ആണ്. അപ്പോൾ g of cos x എന്ത് വരും? മോഡുലസ് ഓഫ് cos x, that is f of x. അപ്പോൾ നമ്മുടെ f എന്ന് പറയുന്നത് കോമ്പസിഷൻ ഫംഗ്ഷനാണ്. ഇനി ഈ രണ്ട് ഫംഗ്ഷനും മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷനായ കോസ് എക്സും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് കോമ്പസിഷൻ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. സോ മോഡുലസ് ഓഫ് കോസ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് വേർ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഡിനോട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണിത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോകുന്നത്. ആ ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പം മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അപ്പം ഇല്ലെങ്കിൽ ഈ ഡയഗ്രാം നോക്കുക. അപ്പം നമുക്കിവിടെ നോക്കാം. സ്ക്വയർ ബ്രാക്കറ്റ് എക്സ്. 1-2 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇത് എഴുതണമെന്നില്ല, അറിയാത്തവർ മാത്രം ഒന്ന് എഴുതിയാൽ മതി, എല്ലാവരും എഴുതണമെന്നില്ല. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് 0 എന്ന് പറഞ്ഞാൽ 0, സ്ക്വയർ ബ്രാക്കറ്റ് 0.1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ 0നും 1നും ഇടയിലുള്ള ഏത് വാല്യൂ എടുത്താലും, ഇപ്പോൾ 0.001 ആയാലും 0.2 ആയാലും 0.9 ആയാലും ഇതൊക്കെ ഏത് ഇൻറ്റിജേഴ്സിൻ്റെ ഇടയിലാണ് വരുന്നത്? 0ൻ്റെയും 1ൻ്റെയും. അപ്പോൾ ഈ വാല്യൂസിനേക്കാൾ കുറവായ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താണ്? 0. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എന്താണ് വരിക? 0. ഇനി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് 1 എടുത്താലോ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അത് 1 തന്നെ വരും. അപ്പോൾ കണ്ടോ, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ബ്രേക്ക് വന്നു. നെക്സ്റ്റ് ഈ പോയിന്റാണ് വരിക 1 എന്നുള്ളത്. ഇനി നിങ്ങൾ 1.01 ആയാലും 1.2 ആയാലും 1.9 ആയാലും ഈ വാല്യൂസ് ഒക്കെ 1നും 2നും ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഈ വാല്യൂസിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എടുത്താൽ എന്താ വരിക? 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് വരും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് -1.5. സ്ക്വയർ ബ്രാക്കറ്റ് -1.5 ഇവിടെ വരും.
ഇത് ആരുടെ ഇടയിലാണ് വരുന്നത്? -2നും -1ലേക്കും ഇടയിലാണ് വരുന്നത്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് -1.5 എന്ത് വരും? -2. -1 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടി വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ രീതി ഇത് കുറച്ച് എക്സാമ്പിൾ എടുത്ത് അതെന്താണെന്ന് ക്ലിയർ ആക്കി തന്നതാണ്. ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അറ്റ് x ഈസ് ഈക്വൽ ടു 1, ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ്. അപ്പോൾ 1 മൈനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1നേക്കാൾ ലെസ്സായ വാല്യൂ ആണ് അല്ലേ വരിക അവിടെ, 0.999 എന്നൊക്കെ പറയുന്ന വാല്യൂസ്. അത് ആരുടെ ഇടയിലാണ് വരുന്നത്? 0നും 1നും. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? 0. അതിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ റൈറ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാലോ, റൈറ്റ് ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്കും 1 പോയിന്റ് സംതിങ് വരും. അത് ഏതിനിടയിലാണ് വരിക? 1നും 2നും ഇടയിൽ. അപ്പോൾ സ്മോളസ്റ്റ് ഇൻറ്റിജർ അവിടെ വരുന്നത് 1 ആണ് അല്ലേ. 2 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗ്രേറ്റർ ആയി പോകും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് x ഈക്വൽ ടു 2നും 0നും ഒക്കെ ചെക്ക് ചെയ്യാം. 1-2 എക്സാമ്പിൾ കൊടുക്കുക. എന്നിട്ട് പറയാ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവറി ഇൻ്റഗ്രൽ പോയിന്റ്. എല്ലാ ഇൻറ്റിജേഴ്സിലും ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ ഗ്രാഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് ഓർക്കുന്നില്ല? ഇപ്പോൾ 0.5 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ആയാലും റൈറ്റ് ലിമിറ്റ് ആയാലും ഒക്കെ സ്ക്വയർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എവിടത്തേക്കാണ് വരിക? 0 ആണ് വരിക. അത് തന്നെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂയും വരിക. അപ്പോൾ ഫംഗ്ഷൻ ആകെ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് എവിടെയാണ്? ഇൻറ്റിജേഴ്സിൽ മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 5 if x is greater than 1. Is the function f defined by this is continuous at x equal to 0, x equal to 1, x equal to 2. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 5 എന്നൊക്കെ പറയുന്നത് എന്താണ്? പോളിനോമിയലാണ്. ഇതൊക്കെ എന്താണ്? എപ്പോഴും കണ്ടിന്യൂസ് ആണ്. ആകെ കൂടെ ഇവിടെ പ്രോബ്ലം വരാൻ സാധ്യതയുള്ള എവിടെ മാത്രമാണ്? 1ൽ. കാര്യം 1ൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസിലാണ് ഇവിടെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വരുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ എന്തായിരിക്കും? ഇവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സ് ഈക്വൽ ടു 0ൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0ൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ്റ്റെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ ഏതാണ് വരിക? എക്സ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന എല്ലാ കേസിലും ഫംഗ്ഷൻ എന്താണ്? എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് എന്താവും? എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0. ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 0 എന്താണ്? 0. അപ്പോൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് ഈക്വൽ ടു 0ന് നിയറസ്റ്റ് ആയിട്ട് ഒരേ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ് എടുക്കാതിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1ൽ നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1ൻ്റെ പ്രശ്നം എന്താണ്? 1ന് നിയറസ്റ്റ് ആയിട്ട് ഇവിടെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കണം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ലെസ് ദാൻ 1 വരുന്ന കേസാണ്. അതെന്താണ്? ഫംഗ്ഷൻ എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എക്സ്റ്റെൻസ് ടു 1 മൈനസ് ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1ന് അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും? 1. ഓക്കെ, റൈറ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസ് 5 ആണ്. സോ ദ ആൻസർ ഈസ് 5. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി എക്സ് ഈക്വൽ ടു 2 നോക്കാം. എക്സ് ഈക്വൽ ടു 2ന് നിയറസ്റ്റ് ആയിട്ട് ഒരേ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ഏതിലേക്ക് പോകാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5. ഇനി അത് ഏതിന് ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന എല്ലാ കേസിലും ഫംഗ്ഷൻ്റെ വാല്യൂ 5 തന്നെയാണ്. എഫ് ഓഫ് 2 ആയാലും 3 ആയാലും 2.5 ആയാലും ഒക്കെ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന ഏതിൽ മാത്രമാണ്? 1ൽ മാത്രം. ബാക്കി എല്ലാ വാല്യൂസിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് where f is defined by f of x is equal to 2x plus 3 if x is less than or equal to 2, 2x minus 3 if x is greater than 2. അപ്പോൾ ഇവിടെ 2ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ മാത്രമേ 2ന് നിയറസ്റ്റ് ആയിട്ടുള്ള ആ കേസിൽ മാത്രമേ നമ്മൾ ഏത്
ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി. ബാക്കിയൊക്കെ പോളിനോമിയലായതുകൊണ്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആകെ കൂടെ ചെക്ക് ചെയ്യുന്നത് x = 2 മാത്രം. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് 2x + 3. അപ്പോൾ എക്സിന് ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 × 2 4 + 3 ദാറ്റ് ഈസ് 7. റൈറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്, x ടെൻഡ്സ് ടു 2 പ്ലസ് എന്നാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഫംഗ്ഷൻ വരെ 2x - 3, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 4 - 3 ദാറ്റ് ഈസ് 1. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആണ്. അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് ഫംഗ്ഷനും എന്തായിരിക്കില്ല? ഡിസ്കണ്ടിന്യൂസ് അറ്റ് x = 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x ബൈ എക്സ് ഇഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് x = 0. ഇവിടെ ഫംഗ്ഷൻ വരുന്നത് മോഡുലസ് ഓഫ് x ബൈ എക്സ് ഇഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മോഡുലസ് ഓഫ് എക്സ്? -x ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, എക്സ് ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഗിവൺ ഫംഗ്ഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2 കേസ് വരും. എക്സ് ലെസ് ദാൻ 0 ആവാം, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാം. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് എക്സ് എന്താണ് വരിക? -x. അപ്പോൾ ഇവിടെ -x ബൈ എക്സ് വരുമ്പോൾ -1 വരും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x = 0ൻ്റെ ഒരു കേസ് ഇവിടെ ഉണ്ട്, 0 തന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് = x ആണ് വരിക. അപ്പോൾ x ബൈ എക്സ് വന്നിട്ട് 1 വരും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി ഇവിടെ നോക്കുക, എക്സ് ലെസ് ദാൻ 0ലും ഗ്രേറ്റർ ദാൻ 0ലും ഒക്കെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? -1. സോ ദ ആൻസർ ഈസ് -1. ഇനി ഇവിടെ റൈറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. x ടെൻഡ്സ് ടു 0 പ്ലസ് എന്നാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ദ ആൻസർ ഈസ് 1. അപ്പോൾ ഹിയർ ബോത്ത് ദ ലിമിറ്റ്സ് ആർ നോട്ട് ഈക്വൽ. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x = 0. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x + 3 ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, -2x ഇഫ് -3 ലെസ് ദാൻ x ലെസ് ദാൻ 3, 6x + 2 ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ 2 കേസിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു -3യുടെ കേസ്. എക്സ് ഈക്വൽ ടു -3, അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. അതുപോലെ എക്സ് ഈക്വൽ ടു 3യിലും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ എക്സ് ഇസ് ഈക്വൽ ടു -3. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്ത് വരും? ലിമിറ്റ് x ടെൻഡ്സ് ടു -3 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് എന്താണ്? ലെസ് ദാൻ -3. ലെസ് ദാൻ -3 വരുമ്പോഴത്തേക്കും ഫംഗ്ഷൻ മോഡുലസ് ഓഫ് x + 3. വാല്യൂ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് -3 ദാറ്റ് ഈസ് 3 വരും. 3 + 3 = 6. ഇനി റൈറ്റ് ലിമിറ്റ് എടുക്കാൻ. ലിമിറ്റ് x ടെൻഡ്സ് ടു -3 പ്ലസ്, അതായത് എക്സ് ടേക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ -3. ഗ്രേറ്റർ ദാൻ -3 എടുക്കുമ്പോഴത്തേക്കും ഫംഗ്ഷൻ -2x ആണ്. ഇനി അവിടെ -2, എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 × -3 ദാറ്റ് ഈസ് 6. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ സെയിം ആണ്. സോ ലിമിറ്റ് x ടെൻഡ്സ് ടു -3 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6. ഇനി ഏതിന് ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം? എഫ് ഓഫ് -3. എഫ് ഓഫ് -3 നിങ്ങൾ നോക്കുക. എക്സ് -3 വരുന്ന കേസിൽ ഫംഗ്ഷൻ എന്താണ്? മോഡുലസ് ഓഫ് x + 3. അപ്പോൾ മോഡുലസ് ഓഫ് -3, 3 + 3 ദാറ്റ് ഈസ് 6. അപ്പോൾ അതിന് സെയിം ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈസ് ഈക്വൽ ടു -3. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? x ഈസ് ഈക്വൽ ടു 3യിൽ. ഓക്കെ, x ഈക്വൽ ടു 3യിൽ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ് ടെൻഡ്സ് ടു 3 മൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ലെസ് ദാൻ 3 ആണ്. ഫംഗ്ഷൻ -2x ആണ്. എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും -2 × 3 ദാറ്റ് ഈസ് -6. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാൻ. ലിമിറ്റ് x ടെൻഡ്സ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 3 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 3, 6x + 2. So 6 × 3 + 2 that is 18 + 2 20. പക്ഷേ ഇവിടെ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x = 3. ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x = 3. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x + 1 ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് x² + 1 ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 1. ഇവിടെ നോക്കൂ, 1ന് നിയറസ്റ്റ് ആയിട്ടാണ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് വരുന്നത്. ഇത് രണ്ടും പോളിനോമിയലാണ്, എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എവിടെ മാത്രമേ ചെക്ക് ചെയ്യേണ്ടൂ? 1ൽ മാത്രം.
സോ 1ൻ്റെ കേസ് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. 1 മൈനസ് പറഞ്ഞാൽ ലെസ് ദാൻ 1 വരുന്ന കേസ്, ലെസ് ദാൻ 1 വരുന്ന കേസ് ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. റൈറ്റ് ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ആണ് ഫംഗ്ഷൻ വരിക. സോ 1 പ്ലസ് 1 2. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് കിട്ടും. അപ്പോൾ കിട്ടും എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2. ഇനി അത് ഏതിന് ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം, എഫ് ഓഫ് 1. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അല്ലേ, എഫ് ഓഫ് 1ന് ഈക്വൽ ആണ്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണ് വരിക. അപ്പോൾ 1 പ്ലസ് 1 കൊടുത്താൽ 2 തന്നെ കിട്ടും. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. സോ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3 ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2. ഇവിടെയും പോളിനോമിയലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ആവാതിരിക്കാനുള്ള ഒരേ ഒരു ചാൻസ് എവിടെയാണ്, 2ന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് വരുന്നതുകൊണ്ട് 2 നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സ് ടെൻസ് ടു 2 മൈനസ് പറഞ്ഞാൽ ലെസ് ദാൻ 2 ആണ്. സോ എക്സ് ക്യൂബ് മൈനസ് 3. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ക്യൂബ് ദാറ്റ് ഈസ് 8 മൈനസ് 3 ദാറ്റ് ഈസ് 5. റൈറ്റ് ലിമിറ്റ് ഇവിടെ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ 2 വരുന്ന കേസിലാണ് ഫംഗ്ഷൻ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ നമ്മൾ എക്സിന് 2 കൊടുക്കുമ്പോഴത്തേക്കും 2 സ്ക്വയർ അതായത് 4 പ്ലസ് 1 5. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. ഇനി ആകെ കൂടെ ചെക്ക് ചെയ്യേണ്ടത് എഫ് ഓഫ് 2 എന്താണെന്നുള്ളതാണ്. എഫ് ഓഫ് 2 ഇതിന് ഈക്വൽ ആണോ എന്നുള്ളതാണ്. ഇവിടെ എക്സ് ഈക്വൽ ടു 2ലെ ഫംഗ്ഷൻ എക്സ് ക്യൂബ് മൈനസ് 3 ആണ്. സോ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് മൈനസ് 3 വരും, ദാറ്റ് ഈസ് 8 മൈനസ് 3 5. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ഫോർ ഓൾ നമ്പേഴ്സ് ആണ്, ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 4 ഇഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3, 5 ഈസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്, 1ഉം അതുപോലെ 3ഉം. ഓക്കെ, അപ്പോൾ 1 നോക്കാം നമുക്ക്. 1ൻ്റെ കേസിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് കാണാം. ഇവിടെ 3ഉം 4ഉം അല്ലേ. അപ്പോൾ ലെസ് ദാൻ 1 വരുമ്പോൾ 3 ആണ്, ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ 4 ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ലെഫ്റ്റ് ലിമിറ്റ് 3 വരും, റൈറ്റ് ലിമിറ്റ് എന്ത് വരും, 4 വരും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. സോ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി ചെക്ക് ചെയ്യേണ്ടത് 3യിലാണ് അല്ലേ. 3യുടെ കേസ് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ലെസ് ദാൻ 3 വരുമ്പോഴത്തേക്കും 4 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 4 വരും. ഗ്രേറ്റർ ദാൻ 3 വരുന്ന കേസിൽ 5 ആണ്. സോ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്ത കേസാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് വരും. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Here f of x is equal to sin x by x if x is less than 0 and x plus 1 if x is greater than or equal to 0. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് ബൈ എക്സ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു റിസൾട്ട് ഓർമ്മ വരേണ്ടതുണ്ട്. ഏതാണ്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1 അല്ലേ. തീറ്റ ടെൻസ് ടു 0ലേക്ക് പോകുമ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റ എന്താണ്, 1. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1. ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിസൾട്ടാണ്. ഓക്കെ, ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഹിയർ എഫ് ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്നാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസാണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ആണ് വരിക. എക്സിന് 0 കൊടുത്താൽ 0 പ്ലസ് 1 ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു, ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ഇനി ഇത് ഏതിന് ഈക്വൽ ആണോ ചെക്ക് ചെയ്താൽ മതി. എഫ് ഓഫ് 0, ഇവിടെ എഫ് ഓഫ് 0 എന്താ വരിക, എക്സ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ എന്താണ്, എക്സ് പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് 0 0 പ്ലസ് 1 ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. Next question, f of x is equal to x square into sin 1 by x if x is not equal to 0, 0 if x is equal to 0. x not equal to 0 എന്ന് പറഞ്ഞാൽ
സീറോ അല്ലാത്ത എല്ലാ കേസും അല്ലേ. അപ്പോൾ ലെസ് ദാൻ സീറോ ആയാലും ഗ്രേറ്റർ ദാൻ സീറോ ആയാലും ഒക്കെ ഒരേ ഒരു ഫംഗ്ഷനേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഏതിലേക്ക് പോവാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ? എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. എക്സിന് നമ്മളിവിടെ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ 1/0 നമുക്കറിയാം. 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് ഇവിടെ നമുക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സിന് ഇവിടെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി 0 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റിയാണ് വരിക. ഇനി നമുക്ക് സൈൻ 1/xനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. സൈൻ എക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈൻ എക്സ് ഇസ് ഡിഫൈൻ ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഈ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ് വരിക? സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1ലാണ് വരിക. അതായത് ഈ ഇൻ്റർവെല്ലിൽ മാത്രമേ ഏതിൻ്റെ വാല്യൂയും വരുള്ളൂ? സൈൻ 1/xൻ്റെ വാല്യൂ. ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം, എക്സ് 0 അല്ല, എക്സ് ടെൻസ് ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന് നമ്മളിവിടെ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ഇൻറ്റു ഈ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഈ ഇൻ്റർവെല്ലിൽ വരുന്ന ഏതോ ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു എ ഫൈനൈറ്റ് വാല്യൂ, ദാറ്റ് ഈസ് 0. ഇനി ഇവിടെ എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് 0 തന്നിട്ടുണ്ട്. എന്താണ്? 0. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എഫ് ഓഫ് 0. ഹെൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്. അപ്പോൾ ചില പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കെയുടെ വാല്യൂ കാണുകയാണ് വേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു π/2 കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് π/2. ഓക്കെ, ഇവിടെ എഫ് ഓഫ് π/2 എന്താണ്? എക്സ് π/2 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 3. അപ്പോൾ എഫ് ഓഫ് π/2 3 ആണ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒന്നും വരുന്നില്ല. കാര്യം എന്താണ്? ഒരേ ഒരു ഫംഗ്ഷനേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു π/2 ഈ ഫംഗ്ഷനാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ π-2x. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 കെ, ഈ കോസ് എക്സ് അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഞാൻ ഡിനോമിനേറ്റർ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഈ പൈനെ നമുക്ക് 2 ഇൻറ്റു π/2 എന്ന് എഴുതാം അല്ലേ. 2 ക്യാൻസൽ ചെയ്ത പൈ തന്നെയാണല്ലോ കിട്ടുക. അപ്പോൾ ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ ഏത് കോമൺ ആയിട്ട് വരും? 2 കോമൺ ആയിട്ട് വരും. അപ്പോൾ 2 ഔട്ട് സൈഡിൽ എടുക്കുമ്പോഴത്തേക്കും 1/2 ഇൻറ്റു π/2 - x എന്നാണ് ഇവിടെ വരിക. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. π/2 - x. ഇനിയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോസ് എക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ π/2 - x. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു റിസൾട്ടാണ് അല്ലേ. T of n into π/2 plus or minus theta is equal to same function when n is even and co-function when n is odd, and sign depends on the quadrant in which the given function lies. അത് വെച്ചിട്ട് റിസൾട്ട് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സൈൻ π/2 - x എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ π/2 - x. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 1/2 ഇൻറ്റു കെ ഇൻറ്റു സൈൻ π/2 - x ബൈ π/2 - x. അപ്പം നമ്മുടെ മനസ്സിൽ മറ്റൊരു റിസൾട്ടും കൂടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എക്സ് എന്ന് പറഞ്ഞാൽ ടെൻസ് ടു 0 ആയിരിക്കണം അല്ലേ. അത് വരുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സ് ടെൻസ് ടു π/2 ആണ്. അപ്പോൾ എക്സ് മൈനസ് π/2 എന്താവും? ടെൻസ് ടു 0. അപ്പോൾ π/2 - x എന്തായിരിക്കും? ടെൻസ് ടു 0. അപ്പം നമുക്ക് മനസ്സിലായി ഈ ക്വാണ്ടിറ്റി എക്സ് ടെൻസ് ടു π/2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? ടെൻസ് ടു 0ലേക്ക് പോകും. അപ്പം നമുക്ക് ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇവിടെ കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ അതിനെയും കൂടെ ഒന്ന് ഔട്ട് സൈഡിൽ എടുക്കുകയാണ്. ഈ 1/2 ഔട്ട് സൈഡിൽ എടുക്കുന്നത്. അപ്പോൾ k/2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 സൈൻ π/2 - x ഡിവൈഡഡ് ബൈ π/2 - x വരും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ k/2 കിട്ടും. ഇനി നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? k/2 ഈസ് ഈക്വൽ ടു 3. സോ k ഈസ് ഈക്വൽ ടു 6. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു kx + 1 ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π, and cos x if x is greater than π
അറ്റ് എക്സ് ഈക്വൽ ടു പൈയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ. എന്തായിരിക്കും ഇവിടെ എഫ് ഓഫ് പൈ? എഫ് ഓഫ് പൈ എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു പൈ പ്ലസ് വൺ അല്ലേ, കെ പൈ പ്ലസ് വൺ. ഇനി ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു ഈ വാല്യൂ അല്ലേ. നമുക്ക് ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ എന്താന്ന് നോക്കാം. ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈയിലായതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് എക്സ് ലെസ് ദെൻ പൈ വരുന്ന കേസ്, അതായത് കെ എക്സ് പ്ലസ് വൺ. പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കെ ഇൻറ്റു പൈ പ്ലസ് വൺ. റൈറ്റ് ലിമിറ്റ് വരെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേറ്റർ ദാൻ പൈ വരുന്ന കേസ്, അതായത് കോസ് എക്സ് കോസ് പൈ നമുക്കറിയാം എന്താണ്? മൈനസ് വൺ. അപ്പോൾ രണ്ട് വാല്യൂസ് ഈക്വൽ ആയതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു നമ്മൾ. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, സോ കെ പൈ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ കെ പൈ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ദാറ്റ് ഈസ് മൈനസ് ടു. സോ കെ ഈസ് ഈക്വൽ ടു മൈനസ് ടു ബൈ പൈ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Find the values of a and b such that the function defined by f of x is equal to 5 if x is less than or equal to 2, ax plus b if 2 less than x less than 10, 21 if x is greater than or equal to 10 is a continuous function. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഇവിടെ വരിക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. നമ്മുടെ ലക്ഷ്യം എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. എവിടെ? 2ലും 10ലും ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ്റ്റെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2. അപ്പോൾ എന്താ കിട്ടുക? 5 വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ റൈറ്റ് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 2 വരുന്ന കേസ് അതെന്താണ്? എ എക്സ് പ്ലസ് ബി. അതിന് നമ്മൾ എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2a പ്ലസ് ബി ഫസ്റ്റ് ഇക്വേഷൻ ആയി. ഇനി അതേപോലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 10 ആകുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ്, എക്സ് ലെസ് ദാൻ 10 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എ എക്സ് പ്ലസ് ബി. എക്സിന് 10 കൊടുക്കുമ്പോൾ 10a പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്താണ്? എക്സ്റ്റെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ 10 വരുന്ന കേസിൽ 21 ആണ്. സോ 10a പ്ലസ് ബി ഈസ് ഈക്വൽ 21. നമുക്കിനി വളരെ സിമ്പിളായി അല്ലേ, രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എടുത്തു. അപ്പോൾ ബി മൈനസ് ബി ക്യാൻസൽ ചെയ്ത് പോകും, 0 വരും. 10a മൈനസ് 2a നമുക്ക് 8a കിട്ടും. 21 മൈനസ് 5 16 കിട്ടും. സോ a ഈസ് ഈക്വൽ ടു 16 ബൈ 8 ദാറ്റ് ഈസ് 2. ഇനി ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ഞാൻ ഫസ്റ്റ് ഇക്വേഷനാണ് എടുക്കുന്നത്. സോ 5 ഈസ് ഈക്വൽ ടു 2 into 2 4 plus b. സോ ബിയുടെ വാല്യൂ എന്ത് വരും? 5 minus 4 ദാറ്റ് ഈസ് 1. ഇന്ന് ഇത്രയാണ് പ്രോബ്ലംസ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ.